ഞാൻ ഏതായാലും നെക്സ്റ്റ് ഇയർ അബ്രോഡ് പോവും. അവിടെ എത്തി സെറ്റിലായാ വേണമെങ്കിൽ നിങ്ങളെയും കൂടെ കൊണ്ടുപോവാം. നിങ്ങൾക്ക് ഫാമിലി ആയോ സിംഗിൾ ആയോ അവിടെ ജീവിക്കാം. അവിടെ നിങ്ങൾ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. നമ്മുടെ നാട്ടിലെ പോലെയല്ല. അവിടെ ആർക്കും അതിനൊന്നും നേരമില്ല. പണിയെടുക്കുക അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ചെയ്യുക. അവര് പറയുന്ന ടാക്സ് അടയ്ക്കുക, ആ നാട്ടിലെ നിയമങ്ങൾ പാലിക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക. അവിടെ ആവുമ്പോ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും നമുക്ക്. ഇവിടത്തെ പോലെ ഡോട്ടി പൊളിറ്റിക്സും റിവെഞ്ചും പാരവെപ്പും ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ കാര്യം താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. പക്ഷേ തൽക്കാലം ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു ബാധ്യതയാണ്. ഫാമിലി ലൈഫാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അവിടെ കുട്ടികളൊക്കെ ആവാം. പക്ഷേ ഇപ്പൊ ഒന്നും അല്ലാത്ത ഈ കണ്ടീഷനില് ഇങ്ങനൊരു കുട്ടി വന്നാ നിങ്ങൾക്ക് എങ്ങും എത്താൻ പറ്റില്ല. എങ്ങും എത്തണ്ട. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ച് എനിക്ക് എങ്ങും എത്തണ്ട. ഒന്നല്ല 2 തവണയാ എന്നെ ഇവൻ ജീവിതത്തിലേക്കാന്ന് പറഞ്ഞ് മടക്കി കൊണ്ടുവന്നത്. ഈ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് പ്രലോഭിപ്പിച്ച്. മിനിമം ആ മര്യാദയെങ്കിലും നിങ്ങൾ എന്നോട് കാണിക്കണം. ഇനി ഇക്കാര്യം എന്നോട് പറഞ്ഞാ ഞാൻ റിയാക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കുന്ന പോലെ എനിക്കറിയില്ല. ജീവിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. അഥവാ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കുഞ്ഞിന്റെ ഒപ്പായിരിക്കും. ചേച്ചി, അമ്മ വാതിൽ തുറന്നോ? ഇല്ല ചേച്ചി. പൂജാമുറി എവിടെയാ? ചേച്ചി വാ കാണിക്കാം. വാ മുത്തശ്ശി, ദാ ഇത് ആരാ വന്നിരിക്കുന്നേ നോക്കി. മുത്തശ്ശി. ചേച്ചി മാറിയേ. അമ്മേ, അമ്മേ, അമ്മ ഇത് ഞാനാ, മായാലക്ഷ്മി, പൂജയുടെ അമ്മയാ. ഒരുപാട് നേരമായോ? ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി തവണ നോക്കി. അകത്തൊന്നും ഒരു അനക്കവും ഇല്ല. അമ്മേ, അമ്മേ.